ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് സാധാരണ പോലെ കുക്കിംഗ് അല്ല കേട്ടോ, ഇന്നൊരു യാത്രാ വീഡിയോ ആണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു സ്ഥലത്ത് പോയായിരുന്നു, അപ്പോൾ അതിൻ്റെ വീഡിയോയാണ്. അപ്പോൾ നമ്മൾ പോകണത് മറയൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്കാട്ടോ. അവിടെ എൻ്റെ ആൻറ്റിയുടെ വീടുണ്ട്, അങ്ങോട്ടേക്കാണ് പോണത്. അപ്പോൾ ഇത് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മുടെ അടുത്തുള്ള സ്ഥലങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ വീഡിയോ എടുത്തതാട്ടോ. അപ്പം ഞാനും എൻ്റെ ഫാമിലിയും പിന്നെ എൻ്റെ ഉമ്മച്ചിയും കൂടിയിട്ടാണ് പോണത്. അങ്ങനെ ഞങ്ങൾ രാവിലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോണ വഴിക്ക് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടുണ്ട്. ഇവിടെ അടുത്തൊരു ഹോട്ടലിൽ കയറിയിട്ട് അവിടെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടാണ് പോണത്. 8 മണി ഒക്കെ ആയപ്പോൾ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ വീട്ടിൽ നിന്ന്. പിന്നെ നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ 8 മണിയൊന്നുമല്ല, 9-10 മണിയൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലെ വെളുപ്പാങ്കാലത്ത് പോകും പോലെ ഉണ്ട്. അതുപോലെ തന്നെ ഈ മഴയും മഞ്ഞൊക്കെ ആയിട്ട് ഇങ്ങനെ മൂടിക്കെട്ടിയിരിക്കണോണ്ടാണ് അങ്ങനെ തോന്നണത്. നമ്മളീ പോണ വഴിക്കൊക്കെ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ റോഡിൻ്റെ സൈഡിന് വീതി കൂട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഈ സൈഡിൽ കാണുന്നതൊക്കെ സ്ലാബാണ്. ഈ കോൺക്രീറ്റിൻ്റെ എൽ ഷേപ്പിലുള്ള വലിയ സ്ലാബുകൾ ഇങ്ങനെ റോഡ് മുഴുവൻ നിരത്തി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആ സ്ലാബാണ് ഈ സൈഡിലിട്ടിട്ട് അവിടെ വീതി കൂട്ടിയിട്ട് മണ്ണിട്ട് വീതി കൂട്ടി പോകും കേട്ടോ. അപ്പോൾ അതിൻ്റെ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കാഴ്ചകളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് രാവിലെ തന്നെ. ഇപ്പോൾ ഈ മഴ സമയം ആയതുകൊണ്ട് തന്നെ അന്തരീക്ഷമൊക്കെ ഇങ്ങനെ ഒരു മൂടി കെട്ടിയ പോലെയാണ്. എന്നാൽ മഴയില്ല, പക്ഷേ നല്ലൊരു ഫ്രഷ് എയറായിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെ വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഞങ്ങളുടെ യാത്രയിൽ നിങ്ങളും കൂടെ കുടിക്കോ, അങ്ങനെ പോവാണ്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ നേര്യമംഗലം എത്താറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കോതമംഗലമൊക്കെ കഴിഞ്ഞിട്ട് നേര്യമംഗലം എന്ന് പറയുന്ന സ്ഥലം എത്താനായിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ റോഡ് പണി ആയതുകൊണ്ട് തന്നെ ചില സ്ഥലങ്ങളിൽ നമ്മളിങ്ങനെ ബ്ലോക്ക് ചെയ്ത് നിർത്തിയിട്ട് എതിർ സൈഡിൽ നിന്നുള്ള വാഹനങ്ങളൊക്കെ പോയി കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ കയറി പോകാനായിട്ട് സമ്മതിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ അവിടെ വണ്ടി നിർത്തിയിട്ടിട്ട് മറ്റ് വണ്ടികൾ പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാവിലെ ആണെങ്കിലും ഇഷ്ടംപോലെ കാറുകളും ബസ്സുകളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ എപ്പോഴും ഇപ്പോൾ ടൂറിസ്റ്റുകളാണ്. അപ്പോൾ ഈ റോഡിനൊക്കെ ഇങ്ങനെ വീതി കൂട്ടണതൊക്കെ നല്ലത് തന്നെയാണല്ലേ. നമുക്ക് ഇഷ്ടംപോലെ യാത്രകൾ ചെയ്യാൻ ആദ്യത്തെ പോലെയൊന്നും അല്ലല്ലോ. ആദ്യമൊക്കെ ഈ ദൂരയാത്രകളൊന്നും ആരും അധികം ചെയ്യാറില്ല. പ്രത്യേകിച്ച് ഇങ്ങനെ വനപ്രദേശങ്ങളിലേക്കൊന്നും ആരും പോകാറൊന്നും ഉണ്ടായില്ല. ഇപ്പോൾ പക്ഷേ അങ്ങനെയല്ല. ഇപ്പോൾ എല്ലാവരും എപ്പോഴും ട്രിപ്പുകളൊക്കെ എൻജോയ് ചെയ്യണവരാണല്ലേ. അങ്ങനെ വന്ന് നമ്മളിതാ നേര്യമംഗലം പാലം എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പാലം കാണാൻ നല്ല ഭംഗിയാണ്. ബ്രിട്ടീഷുകാർ ആദ്യമായിട്ട് ഇന്ത്യയിൽ പണിതിട്ടുള്ള ആർച്ച് മോഡൽ പാലാണിത്. നമ്മൾ PSCക്കൊക്കെ പഠിക്കാൻ നേരത്തൊക്കെ ഈ പാലത്തിനെ പറ്റി ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അത്ര സ്ട്രോങ്ങിൽ അന്ന് പണിത് വെച്ചിട്ടുള്ള പാലാണ്. ഇപ്പോഴും ആ പാലം ഒരനക്കവും പറ്റിയിട്ടില്ല. പക്ഷേ ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് വേറെ പാലം പുതിയത് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. കാലപ്പഴക്കം ഒരുപാടായിട്ടുണ്ടല്ലോ, അതുകൊണ്ടായിരിക്കും. വേറെ പാലത്തിൻ്റെ പണി അവിടെ നടക്കുന്നുണ്ട്. ഈ പാലം കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫോറസ്റ്റ് ഏരിയയിലേക്ക് കയറിയെന്ന് കേട്ടോ. പിന്നെ വന തുടങ്ങുകയാണ് ഇവിടെ മുതൽ. അപ്പോൾ ഈ രണ്ട് സൈഡിലും ഈ കാടാണെങ്കിലും ഇവിടെ ഇങ്ങനെ റോഡ് വീതി കൂട്ടൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പോണ വഴിക്കൊക്കെ മലയുണ്ടെങ്കിൽ ആ മല സൈഡിൽ പാറകളും മലകളൊക്കെ ഉണ്ടെങ്കിൽ അതും തുരന്നിട്ട് വീതി കൂട്ടണത് ഇങ്ങനെ കാണാം കേട്ടോ. ഇപ്പോൾ നമ്മൾ പോണ സ്ഥലത്ത് മലകളായിട്ടില്ല, മണ്ണ് തന്നെയാണ്. അപ്പോൾ അങ്ങനെ വീതി കൂട്ടൽ പരിപാടികൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് തന്നെ നമുക്ക് സൈഡിലൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ കാണാൻ പറ്റും കേട്ടോ. എല്ലായിടത്തും വെള്ളമാണ്. അല്ലെങ്കിൽ നമ്മൾ വേനൽക്കാലത്താണ് പോകണമെങ്കിൽ എല്ലായിടും ഉണങ്ങിയിരിക്കായിരിക്കും, ഒട്ടും നനവുണ്ടാവില്ല. ഇതിപ്പോൾ ഓരോ മണ്ണിൻ്റെയും പാറകളുടെയും കുഞ്ഞു കുഞ്ഞ് അരുവികൾ പോലെ ഇങ്ങനെ വെള്ളം പോകണ കാണാം. അപ്പോൾ നല്ല ഭംഗിയുള്ള കാഴ്ചകൾ അങ്ങനെ എൻജോയ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഒരു യാത്രയൊക്കെ പോണത് നല്ലതാണല്ലേ. പിന്നെ ഞാൻ നിങ്ങളോട് ഏതോ ഒരു വീഡിയോയിൽ എൻ്റെ കമൻറ്റിന് മറുപടിയായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഹസ്ബൻഡ് ഗൾഫിലാണ്. അപ്പോൾ ഞാനത് നിങ്ങളോട് പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ പുള്ളിക്കാരൻ ഇപ്പോൾ നാട്ടിൽ ലീവിന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആൾ വരുമ്പോഴാണ് ഞങ്ങളിങ്ങനെ ഇതുപോലെ ട്രിപ്പൊക്കെ പോണത്. അപ്പോൾ ഇപ്പോൾ ആളിവിടെ ഉണ്ട്, അങ്ങനെ പോണ ട്രിപ്പാണ്. ആൾ വരുമ്പോൾ ഞങ്ങൾ എങ്ങടെയെങ്കിലൊക്കെ ഇതുപോലെ പോകാറുണ്ട്. അപ്പോൾ ഇത്തവണ ഞങ്ങൾ പോണത് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഒരു ആൻറ്റിയുടെ വീട്ടിലേക്കാണ്. ആൻറ്റി എന്നൊന്നല്ല കേട്ടോ ഞാൻ വിളിക്കണത്. ഇവിടെ ഒരു ചെറിയ വെള്ളച്ചാട്ടം കാണുന്നുണ്ട്. അങ്ങനെ ഓരോന്നോരോന്ന് കണ്ട് ഞങ്ങൾ പോവാണ്. അപ്പോൾ ഞാൻ വിളിക്കണത് മായി എന്നാട്ടോ. അമ്മായിയുടെ ഷോർട്ട് ഫോം മായി എന്നാണ് വിളിക്കണത്. അപ്പോൾ അങ്ങടേക്കാണ് പോണത്. അത് കുറേ ദൂരമുണ്ട്. മറയൂർ ആണ് പോണത്. ഇപ്പം നമ്മൾ
അടിമാലി ഒക്കെ കഴിഞ്ഞിട്ട് വേണം പോകാൻ. അപ്പോൾ ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, അടിമാലിയിലൊക്കെ സ്വന്തക്കാരുണ്ട്, കുമ്പമ്പാറ അവിടെയാണ് എൻ്റെ വാപ്പച്ചിയുടെ വീട് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പക്ഷേ അങ്ങടേക്കൊന്നും നമ്മളിന്ന് പോകണമൊന്നുമില്ല, നേരെ മറയൂർക്ക് തന്നെ പോവാണ്. അപ്പോൾ വണ്ടിയിൽ നല്ല പാട്ടൊക്കെ വെച്ചിട്ട് കുട്ടികളൊക്കെ നല്ല എൻജോയ് ചെയ്ത് അങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ മ്യൂട്ട് ചെയ്തിട്ടേക്കാണ്, കാരണം കോപ്പിറൈറ്റ് വരണ്ടാന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ കാഴ്ചകൾ കണ്ട് പോകുമ്പോൾ ഒരു പ്രത്യേക രസമാണല്ലേ ഈ മഴക്കാലത്ത്. നമ്മൾ എപ്പോഴും ഈ വീട്ടിൽ തന്നെ അടുക്കളയിൽ തന്നെയല്ലേ, അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെയുള്ള ചെറിയ ചെറിയ ട്രിപ്പുകളൊക്കെ. ഇതിപ്പോൾ നമ്മൾ വലിയൊരു ലോങ് യാത്രയ്ക്കാണ് പോണത്, പക്ഷേ അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ചെറിയ യാത്രകൾ ഉണ്ടാവുമല്ലോ കുട്ടികളെയൊക്കെ കൂട്ടിയിട്ട് അടുത്തുള്ള സ്ഥലങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോവുകയാണെങ്കിൽ അവർക്കും സന്തോഷമാവും, നമുക്കും സന്തോഷമാവും. പിന്നെ പോയി വരുമ്പോൾ നമുക്കൊരു ഫ്രഷ് ഫീലിങ്ങും കിട്ടും കേട്ടോ. എപ്പോഴും ഈ അടുക്കളയും വീടും മാത്രമായിട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ വീട്ടമ്മമാർക്കാണെങ്കിലും നല്ല ബോറടി ആയിരിക്കും. അപ്പോൾ ഒന്ന് ചെറിയ ഒരു 10 മിനിറ്റോ അരമണിക്കൂറോ ഒക്കെ ആയാലും മതി, ഒന്ന് പോയിട്ട് ഒന്ന് വരുമ്പോഴത്തേനും നല്ലൊരു ഉഷാറ് എനിക്കങ്ങനെ ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ അങ്ങനെ ഓരോരോ പാറകളുടെ ഉള്ളിലുള്ള വെള്ളച്ചാട്ടമുണ്ട്. ഞാൻ ഈ വെള്ളം ചാടണത് കണ്ടിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഫോൺ ഓണാക്കുമ്പോഴത്തേനും അതങ്ങനെ കഴിഞ്ഞു പോയിട്ടുണ്ടാവും കേട്ടോ. ഇതാണ് വലിയൊരു വെള്ളച്ചാട്ടം. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഞാൻ ഇന്ന് വണ്ടി ഇവിടെ ഒതുക്കിയിട്ട് പിന്നെ ഞങ്ങൾ ആ വെള്ളച്ചാട്ടത്തിലേക്ക് കാണാനായിട്ട് പോവാണ്. അപ്പോൾ വെള്ളച്ചാട്ടത്തിൻ്റെ വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിലാണ് ഇടണുള്ളൂ. ഇതിപ്പോൾ ഞങ്ങൾ വണ്ടി ഒതുക്കിയിട്ട് അങ്ങോട്ടേക്ക് ഇതെത്തുമ്പോൾ ഞാൻ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡും മോളും എൻ്റെ ഉമ്മച്ചിയും മക്കളൊക്കെയാണ് പോണത്. എൻ്റെ മൂത്ത മോൻ ഇതിൽ വന്നിട്ടില്ല കേട്ടോ, ഇളയ മോനെ കാണാം. ഈ പോണത് എൻ്റെ ഇളയ ആളാണ്, പിന്നെ പുറകെ പോയത് ഉമ്മച്ചിയാണ്, പിന്നെ മൂത്ത ആൾ വന്നിട്ടില്ല. അടുത്ത വീഡിയോയിൽ കാണാം.